കൽപ്പന പാലിച്ചുകൊണ്ട് ആദരവോടുകൂടി ചെയ്യുന്നതാണ് ഇബാദത്ത്. കൽപ്പിച്ചവന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ആദരവോടുകൂടി ചെയ്യുന്നതാണ് ഇബാദത്ത്. അപ്പോൾ ഈസാ നബി കൽപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ ആരാധിക്കാൻ, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ചെയ്യണമെന്ന് ഇബാദത്തല്ല എന്നൊരുത്തം പറയോ? കൽപ്പിച്ചവന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ആദരവോടുകൂടി നിർവഹിക്കൽ. അപ്പോൾ ഈസാ നബി കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് യേശുവേ കാക്കണേ എന്ന ക്രിസ്ത്യാനികളെ വിളി ഇബാദത്തല്ല എന്ന് പറയേണ്ടി വരില്ലേ? അതേപോലെ ജൂതന്മാർ ഉസൈർ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഉസൈർ നബി കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഓല് ചെയ്യുന്ന ഇബാദത്തല്ല എന്ന് പറയോ? ഇല്ല. പിന്നെ എന്തേ റാസിയ പറഞ്ഞത്? അത് റബ്ബിനെ നിർവഹിക്കുന്ന ഇബാദത്ത് എപ്പോഴാണ് ഇബാദത്താവുക? അല്ലാഹ് കൽപ്പിച്ച കാര്യമാകണം, ആ കൽപ്പന പാലിച്ചുകൊണ്ടാവണം, പടച്ച റബ്ബിനെ തഅ്ലീം ചെയ്തുകൊണ്ടാകണം, അപ്പോഴേ ഇബാദത്താവൂ. അതുകൊണ്ടാണ് ആലിയ സ്വലാത്ത് ഇബാദത്തല്ലാത്തത്, കാരണം അല്ലാഹു റസൂൽ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കമാലിയ സ്വലാത്ത് ഇബാദത്തല്ലാത്തത്, അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നബിദിനാഘോഷം മതപരമായ പുണ്യകർമ്മമാകാത്തത്, കാരണം അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ല. ഇബാദത്താവണോ കൽപ്പിച്ചവന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ചെയ്യണം. എന്നതുപോലെ അല്ലാഹുവിന്റെ ദുആ ആകണോ, അതിനെപ്പറ്റി എന്ത് പറഞ്ഞത്? ഒരു അടിമ തന്റെ റബ്ബിനോട് തന്റെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് ദുആ. ആ ചോദ്യം അല്ലാത്തവരോട് ചോദിച്ചാലോ അത് അവർക്കുള്ള ദുആ ആയി, അതിനർത്ഥം ആ റബ്ബാവുന്നല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരുപാട് റബ്ബുണ്ടാവുമല്ലോ, ഒരുപാട് റബ്ബായി മാറും. അപ്പൊ ഒരു അടിമ തന്റെ റബ്ബിനോട് ഒരു അടിമ തന്റെ റബ്ബിനോട് തേടുന്ന തേട്ടം, അതാണ് ദുആ എന്ന്. ആ ഹു എന്നുള്ളതോട് കൂടി തന്നെ അതങ്ങനെ അല്ല എന്ന് സഹോദരൻ മനസ്സിലാക്കുക. തെറ്റിദ്ധരിച്ചതാണെങ്കിൽ പോയിട്ട് ആ ഇബാദത്തിന്റെ കുറച്ച് മുമ്പൊന്നും കുറച്ച് ബാക്കും കൂടി വായിച്ചു നോക്കിയാൽ സംഗതി മനസ്സിലാവും അത് അതിനെ പറ്റല്ല. ഈ തഫ്സീർ റാസിയിൽ ദുആയെ പറ്റി തന്നെ വേറൊന്ന് കാണാം. ദുആയെ കുറിച്ച് തന്നെ തഫ്സീർ റാസിയിൽ മറ്റൊരു വിശദീകരണം, അതും നിർവചനമല്ല. അതെന്താ? അത് ദുആയെ പറ്റി പറഞ്ഞപ്പോൾ തഫ്സീർ റാസിയിൽ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദുആഉ യുഫീദു ഇസ്സത്തുർ റുബൂബിയ്യ വദില്ലത്തുൽ ഉബൂദിയ്യ. അദ്ദുആഉ യുഫീദു ഇസ്സത്തുർ റുബൂബിയ്യ വദില്ലത്തുൽ ഉബൂദിയ്യ. റബ്ബ് എന്ന റബ്ബാവുക എന്ന ആ ഇസ്സത്തിനെയും അടിമയാവുക എന്ന ദില്ലത്തിനെയും നിന്ദനെയും കുറിക്കുന്നതാണ് ദുആ. ഉടമയുടെ ആ ഉടമാവകാശം എന്ന ഇസ്സത്തും അടിമയുടെ അടിമത്വം എന്ന നിന്ദയും ഇത് രണ്ടും സൂചിപ്പിക്കുന്നതാണ് ദുആ. അതും നിർവചനമല്ല. അപ്പൊ നിർവചനത്തിന് നിർവചനം എന്താന്ന് സഹോദരൻ ഒന്ന് നോക്കിക്കണം. തഅരീഫിന് തഅരീഫ് എന്താണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇത് നിർവചനമല്ല. പിന്നെ റാസിയുടെ ചർച്ച എന്താ? എന്തിനാണ് അല്ലാഹ് പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ ഉത്തരം ചെയ്യാം. അല്ലാഹുവിന്റെ വിധിക്കപ്പുറം ഒരു കാര്യം നടക്കൂലല്ലോ, പിന്നെന്തിനു ചോദിക്കണം? അതിന് ഒരുപാട് വിശദീകരണം നൽകിയ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യം വെറും ഒരു കാര്യം നേടാൻ വേണ്ടി മാത്രമല്ല. പടച്ചോനെ ഞാൻ ഒന്നുമല്ല എന്നും നീയാണ് എല്ലാമെന്നും അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കലാണ് ദുആ. അപ്പൊ ഇങ്ങനെ പല വിശദീകരണങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ കാണും. അതൊന്നും നിർവചനം പഠിപ്പിച്ചതല്ല. അത് നിർവചനമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ് പ്രശ്നം. അത് നിർവചനമാണെങ്കിൽ റബ്ബിനോട് തേടുന്ന തേട്ടത്തിന് മാത്രമേ ദുആ എന്ന് പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ എന്ന പ്രയോഗം തെറ്റായി മാറും. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും ദുആ ചെയ്യരുത് എന്ന് തെറ്റായി മാറും. ഇനി അതും അല്ലാഹുവിന്റെ കൂടെ. അപ്പൊ അള്ളാഹിനെ റബ്ബായി അംഗീകരിച്ച അള്ളാഹ്ക്ക് ദുആ ചെയ്യുന്ന മനുഷ്യനാണ് പറഞ്ഞത്, അതിന്റെ കൂടെ ഒരാളോട് പറയരുത്. അപ്പൊ രണ്ട് റബ്ബ് ഏതായാലും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ്. അത് പോയി നിങ്ങൾ ആ തഅരീഫ് കുറച്ച് മുന്നിൽ വായിക്കുക, ഒരൽപ്പം താഴോട്ട് കൂടി വായിക്കുക. അപ്പൊ മനസ്സിലാവും അത് തഅരീഫല്ല എന്ന് സുഹൃത്തിന് മനസ്സിലാവും. അല്ലെങ്കിൽ ലോകത്ത് ഒരാളും റബ്ബല്ലാത്ത ഒരാളും പ്രാർത്ഥിക്കുന്നില്ല. മക്കത്തെ മുസ്ലിം അബൂജഹൽ അടക്കം മുസ്ലിമാണ് എന്ന് സുഹൃത്തിന് പറയേണ്ടി വരും. അബൂലഹബും കൂട്ടിന് മുസ്ലിങ്ങളെന്ന് പറയേണ്ടി വരും. കാരണം ലാത്തേക്ക് ആക്കണമെന്ന് പറയുമ്പോൾ ലാത്ത റബ്ബാണ് എന്ന് അബൂജഹലോടും പറഞ്ഞിട്ടില്ല, ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇലാഹിന്റെ അർത്ഥം പോലും അറിയാം. നമ്മുടെ മൂലയന്മാർക്ക് ഇലാഹിന്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇലാഹ ആക്കണില്ല എന്ന് പോലും ഇങ്ങനെ ദുർന്യായം പറഞ്ഞു എന്നേ ഉള്ളൂ. അബൂജഹലിനും കൂട്ടർക്കും ഇലാഹിന്റെ അർത്ഥം അറിയാം, അതിന് ഇലാഹ് എന്ന് പ്രയോഗിച്ചു, എന്നാ റബ്ബ് പോലും പ്രയോഗിച്ചിട്ടില്ല.
അതുകൊണ്ട് ലാത്തനെ റബ്ബായി വിശ്വസിക്കാത്തത് കൊണ്ട്, ഉസ്സ റബ്ബാന്ന് വിശ്വസിക്കാത്തത് കൊണ്ട്, മനാത്ത റബ്ബാന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് അബൂജഹൽ ലാത്തനോട് തേടിയ ദുആ അല്ല എന്ന് സുഹൃത്തിന് പറയേണ്ടി വരും. അത് അപകടമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ച് മനസ്സിലാക്കുക. റബ്ബിനോട് തേടുന്ന തേട്ടം അത് റബ്ബല്ലാത്തവരിലേക്ക് പോയാൽ അത് അവർക്കുള്ള ദുആ ആയി, റബ്ബിലേക്കായാൽ റബ്ബിനുള്ള ദുആ ആയി. അത് വേർതിരിക്കാൻ ഈ ദുആ എന്ന അല്ലാഹും റസൂലും ഏതിനെ കുറിച്ചെല്ലാം പ്രയോഗിച്ചുവോ ആ പ്രയോഗം തന്നെ മതി. റഷീദ് റിള വേണമെന്നില്ല, ഇബ്നു തൈമിയ വേണമെന്നില്ല, തഫ്താസാനി വേണമെന്നില്ല, തഫ്സീർ റാസി വേണമെന്നില്ല. അവരൊക്കെ ലോകത്ത് ജീവിച്ചിട്ടില്ലെങ്കിലും വേണല്ലോ ദുആ മനസ്സിലാവുക. അതൊക്കെ പോട്ടെ, ഒരു മോചനെ വിളിച്ചിട്ട് പറയാം ഉസ്താദ് നിങ്ങൾ ദുആക്കി എന്ന് പറഞ്ഞാൽ ഉസ്താദ് ചോദിക്കുക ദുആ എന്താ എനിക്കറിയോ, ഏത് ദുആ ഉദ്ദേശിച്ചത്, ഇതിന് പല അർത്ഥമുണ്ട് എന്ന് ഉസ്താദ് പറയോ? ഇല്ല, സാമാന്യ ബുദ്ധിയുള്ളവനൊക്കെ അറിയാം ദുആക്കി എന്ന് പറഞ്ഞാൽ എന്താ സംഗതി എന്ന്. അപ്പൊ അതാണ് അല്ലാഹു റസൂലും പരിചയപ്പെടുത്തി തന്നത്. അതിന് പിൽക്കാല പണ്ഡിതന്മാർ പലരും പല രൂപത്തിൽ വ്യാഖ്യാനം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ആ പണ്ഡിതന്മാരൊന്നും ഈ ലോകത്ത് ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും ദുആ അല്ലാഹുവിനോട് മാത്രമാണ്. അതിന് സംശയമേതും ഉണ്ടാകാൻ വകുപ്പില്ല. ആ സഹോദരന്റെ ഈ വിഷയത്തിലുള്ള ചോദ്യം അവസാനിച്ചു എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതാണ്. ഇനിയും അവസരം ഉണ്ടാവും. മറ്റുള്ളവരുടെ ചോദ്യമൊക്കെ അവസാനിച്ച് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മറ്റു ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും വിരോധമില്ല. ഇപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. എൻ്റെ പേര് നാസ് മുഹമ്മദ്. ഞാൻ ഇടവണ്ണ ജാമ്യയിലാണ് പഠിക്കുന്നത്. നമുക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ തൗഹീദും ശിർക്കും വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഭൗതികം അഭൗതികം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, മലയാള ഭാഷ ഭൗതികം എന്നാൽ എന്ത്? ബഹുമാന്യനായ KM മൗലവിയുടെ കാലം മുതൽ ഇങ്ങോട്ട് തൗഹീദും ശിർക്കും വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോന്ന ഒരുപാട് പദങ്ങളിൽപ്പെട്ട ഒരു പദമാണ് ഭൗതികം അഭൗതികം എന്ന പദപ്രയോഗം. 2012 വരെ എന്താണ് ഭൗതികം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഒരു മുജാഹിദുകാരനും പറഞ്ഞിട്ടില്ല. എല്ലാ മുജാഹിദുകൾക്കും ഭൗതിക എന്താ അഭൗതിക എന്താ എന്ന് ഇതുവരെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ചില മനുഷ്യന്മാർ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് നടിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടെ കുറച്ചാളും കൂടി കൂടിക്കൊടുത്തത്. അതുകൊണ്ട് അത് മനസ്സിലാവാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് എന്താണ് ഭൗതികം എന്താണ് അഭൗതികം എന്ന് മനസ്സിലാക്കാൻ AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന ഈ പുസ്തകത്തിന്റെ 30-ാമത്തെ പേജ് വായിച്ചാൽ മതി. അദ്ദേഹം പറയുന്നു, ഈ പുസ്തകത്തിന്റെ 30-ാമത്തെ പേജിൽ ദുആ എന്നാൽ എന്ന അധ്യായത്തിൽ ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദിർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, അദ്ദേഹം ദുആ എന്നാൽ അഭൗതികമായ മാർഗത്തിൽ, അവിടെ അഭൗതികം വന്നല്ലോ, അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടയുന്നതിന് വേണ്ടിയോ ഉള്ള മനസ്സിന്റെ തേട്ടമാണത്. അതാണ് ദുആ. എന്നിട്ട് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ അഭൗതികം മനസ്സിലായിട്ടില്ലെങ്കിൽ മൗലി അർത്ഥം വെച്ച് തരാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉപകാര ലബ്ധിക്കോ ദുരിതമോചനത്തിനോ വേണ്ടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട് തദടിസ്ഥാനത്തിൽ സഹായിക്കാനായി ഒരാൾ നടത്തുന്ന അപേക്ഷയാണത്. അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ കഴിവുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിൽ ചോദിക്കുക. അതാണ് അഭൗതികമായ ചോദ്യം. എന്നാൽ ആ കഴിവാർക്കും ഉണ്ടോ? ഒരാൾക്കുമില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് ലോകത്ത് ആർക്കുള്ളത്? റബ്ബിന് മാത്രം. അതാരാ പഠിപ്പിച്ചത്? ഉത്തരം ശ്രദ്ധിക്കും. അതാരാ പഠിപ്പിച്ചത്? ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ പുറത്തിറക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന ഈ പുസ്തകത്തിന്റെ 5-ാമത്തെ പേജിൽ പറഞ്ഞു, എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അല്ലാഹ് മാത്രം. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിയുമെന്ന് ആരെക്കുറിച്ച് വിശ്വസിക്കുന്നുവോ അതാണ് അഭൗതികമായ നിലക്കുള്ള വിശ്വാസം. ആ ചോദ്യമാണ് പ്രാർത്ഥന. അത് ഒന്നുകൂടി വ്യക്തമായി ബഹുമാന്യനായ കുഞ്ഞീദ് മദനി ഇസ്ലാമിന്റെ ജീവൻ എന്ന ഈ പുസ്തകത്തിന്റെ 12-ാമത്തെ പേജിൽ മൗലവി എഴുതി. എന്താണ് കാര്യകാരണ ബന്ധം, എന്താ ഭൗതികം? മൗലവി പറയാം, അഭൗതികമായ മാർഗത്തിൽ
അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. യഥാർത്ഥത്തിൽ കഴിവില്ല, ഒരു വ്യക്തിക്കും കഴിവില്ല, ഒരു ശക്തിക്കും കഴിവില്ല. ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, പിശാചിനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം ചെയ്യാനോ ദോഷം വരുത്താനോ ഒരു പടപ്പിനും കഴിയില്ല എന്ന് ഈ പുസ്തകം പറഞ്ഞു. ഒരു പടപ്പിനും കഴിയില്ല. പക്ഷെ കഴിയുമെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. ജാറങ്ങളിൽ പോകുന്ന ഒരു ഖുറാഫി വിശ്വസിക്കുന്നു, ജാറത്തിലെ തങ്ങള് എനിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ഗുണം ചെയ്യും, ദോഷം വരുത്തും. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഹൈന്ദവ സഹോദരൻ വിശ്വസിക്കുന്നു, അവിടുത്തെ പ്രതിഷ്ഠ, അവിടുത്തെ ദേവൻ, അവിടുത്തെ ദേവി അഭൗതികമായ വഴിയിൽ എന്നെ സഹായിക്കും, എനിക്ക് ഉപദ്രവം ചെയ്യും. ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവോ കന്യാമറിയമോ ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ഗുണങ്ങൾ ചെയ്തു തരും, ദോഷങ്ങൾ വരുത്തിവെക്കും. എങ്ങനെ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട്. ആ വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. കാരണം ആ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുണ്ടെന്നും വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കായി. അഭൗതികമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് ഒരു ജിന്നിനുണ്ട് എന്ന്, ഒരു മലക്കിനുണ്ട് എന്ന്, ഒരു ഇൻസിനുണ്ട് എന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം ശിർക്കായി. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, ചോദിച്ചാൽ ചോദ്യവും ശിർക്കായി. അതുകൊണ്ട് അഭൗതികം എന്ന് പറഞ്ഞാൽ AP അബ്ദുൽ ഖാദർ മൗലവി തന്നെ നമുക്ക് നൽകിയ വിശദീകരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. അത് കുഞ്ഞീദ് മദനിയും പറഞ്ഞു തന്നു. അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അല്ലാഹ് മാത്രമേ ഉള്ളൂവെന്ന് ഈ പുസ്തകത്തിലും പറഞ്ഞു. ഈ നേരത്തെ ഞാൻ വായിച്ച വിചിന്തനം വാരിക 2007 ഫെബ്രുവരിയിലെ അതിൽ പറഞ്ഞു, ജിന്നുകളും മലക്കുകളുടെയും കഴിവുകളുടെയും, ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അത് ചെറിയ മുണ്ടവും എഴുതി. ചെറിയ മുണ്ടം പ്രാർത്ഥനാ തൗഹീദ് എന്ന പുസ്തകത്തിന് അദ്ദേഹം വ്യക്തമായി എഴുതി. എന്താ എഴുതിയത്? ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവുകളെ പറ്റി ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം പ്രാർത്ഥനാ തൗഹീദ് എന്ന പുസ്തകത്തിൽ ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞ ജിന്നുകളെ കഴിവുകള് നമുക്ക് അദൃശ്യമാണെങ്കിലും അവയെക്കുറിച്ച് അഭൗതികമെന്ന് പറയുന്നത് ഇസ്ലാമിക വീക്ഷണത്തിൽ ശരിയല്ല എന്ന് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും നമ്മെ പഠിപ്പിച്ചു. ഇതാണ്. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. കാരണം അത് അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല എന്നർത്ഥം. അതുകൊണ്ട് അഭൗതികം എന്ന പദം ഇത്രയും കാലം നമ്മളൊക്കെ പ്രയോഗിച്ചപ്പോൾ അത് തർക്കമില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മാത്രം എന്താണ് സംശയം ഉണ്ടായത് എന്നറിയില്ല. ചെറിയ മുണ്ടം തന്നെ പ്രാർത്ഥന തൗഹീദ് എന്ന പുസ്തകത്തിന്റെ 78-ാമത്തെ പേജിൽ ഒന്നുകൂടി പറഞ്ഞു, ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. അത് തന്നെ ഞാൻ നേരത്തെ വായിച്ച വിചിന്തനത്തിലും പറഞ്ഞു. എല്ലാ സൃഷ്ടികളെയും കഴിവുകൾക്ക് അപ്പുറമുള്ള കഴിവ്, അതാണ് അഭൗതികം എന്ന കഴിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കൂടി വായിക്കാം. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഈ വിചിന്തനവും ചെറിയ മുണ്ടത്തിന്റെ ഈ പുസ്തകവും AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഈ പുസ്തകവും അതേപോലെ കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകവും എല്ലാം കൂട്ടി വായിച്ചാൽ അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായവൻ അല്ലാഹ് മാത്രം. വേറെ ഒരു സൃഷ്ടിക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ ശിർക്കായി, ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി. ആ അടിസ്ഥാനത്തിൽ ആ സൃഷ്ടിയെ പേടിച്ചാൽ ആ പേടിയും അവർക്കുള്ള ആരാധനയായി, ആ സൃഷ്ടിയെ ബഹുമാനിച്ചാൽ ആ ബഹുമാനം അവർക്കുള്ള ആരാധനയായി, ആ സൃഷ്ടിയോട് ആ അർത്ഥത്തിൽ എന്ത് ചെയ്താലും അതെല്ലാം അവർക്കുള്ള ആരാധനയായി. അതും കുഞ്ഞീദ് മദനി തന്നെ ഇസ്ലാമിന്റെ ജീവൻ എന്ന ഈ പുസ്തകത്തിൽ തന്നെ കുഞ്ഞീദ് മദനി അതും എഴുതിയിട്ടുണ്ട്. അത്തരം ഈ വിധത്തിലുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്
അവന്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, ഭരമേൽപ്പനം, ധനവ്യയം, അന്നപാനാദികൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച, വഴിപാട് തുടങ്ങിയ സർവ്വകാര്യങ്ങളും ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നു. ഇനി അതുകൊണ്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഏറ്റവും പുതിയ വിചിന്തനം, ഈ വിചിന്തനത്തിൽ EKM പഞ്ഞൂർ എഴുതിയ ലേഖനം, ആ ലേഖനത്തിലും ആ കാര്യം തന്നെ ഒന്നുകൂടെ ഉറപ്പിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് പഠിപ്പിക്കുമ്പോൾ ആ ഇയ്യാക നസ്തഈനയിൽ എന്തെല്ലാം പെടും എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അവിടെയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന അർത്ഥത്തിൽ അവിടെയും വിശദീകരിച്ചിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചെയ്യാൻ കഴിയുമെന്ന നിലക്ക് എന്ത് കാണിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും ആ പ്രവർത്തനങ്ങളെല്ലാം എന്താവും? ഇയ്യാക നഅ്ബുദുവിന്റെ പരിധിയിൽ വരും എന്നും. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് കാര്യകാരണ ബന്ധത്തിന് അതീതമായ ഗുണദോഷ പ്രതീക്ഷയോടെയുള്ള ഏതു ചെറിയ ചലനം പോലും അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ നടത്തുകയുള്ളൂ എന്നതാണ് ആ പ്രതിജ്ഞയുടെ പൊരുൾ. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉള്ള നിലക്ക് ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഏതു ചലനം നടത്തിയാലും, അതുകൊണ്ടാണ് അമ്പലത്തിന് മുമ്പിലൂടെ പോകുന്ന ഹൈന്ദവൻ ബസ്സിൽ നിന്ന് കൈകൂപ്പിയാൽ അത് അവിടേക്കുള്ള ആരാധനയായി മാറിയത്. ജാളത്തിന് മുമ്പിലൂടെ പോകുന്ന ഒരു ഖുറാഫി അവിടെ എത്തുമ്പോൾ ആ ജാളത്തേക്ക് പണമെറിഞ്ഞാൽ അത് അങ്ങോട്ടുള്ള ആരാധനയായി മാറുന്നത്. ഓമാനുശ്രോതാക്കളെ പെട്ടിയിലേക്ക് പണമെറിയുമ്പോൾ അത് അവർക്കുള്ള ആരാധനയാകുന്നത്. അത് തന്നെ ബഹുമാന്യനായ MM അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ അള്ളാഹുവിനെ അറിയുക എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു എപ്പോഴാണ് ആരാധനയാവുക, എപ്പോഴാണ് ആരാധന ആകാതിരിക്കുക, എല്ലാം വിശദമായി പറഞ്ഞു. അദ്ദേഹം പറയുന്നു, മുകളിൽ സൂചിപ്പിച്ച ഖുർആൻ വാക്യങ്ങളിൽ പ്രാർത്ഥനയും ആരാധനയും തത്തുല്യ പദങ്ങൾ എന്ന നിലക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. രണ്ടും ഒന്നാണ് സ്ഥാപിച്ചു. എന്നിട്ട് അപ്പോൾ മനുഷ്യർ ആരാധനകൾ അർപ്പിക്കേണ്ടത് ആർക്കാണ്, ആരോടാണ് അവർ പ്രാർത്ഥിക്കേണ്ടത്? സകലമാന കഴിവുകളുടെയും ഉടമസ്ഥാവകാശം ആർക്കാണോ, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ ആരാണോ, ഹൃദയത്തിനകത്തുള്ളത് വ്യക്തമായി അറിയുന്നവൻ ആരാണോ അവനാണ്, അവന് മാത്രമാണ് ആരാധന അർപ്പിക്കേണ്ടതെന്ന് സാമാന്യ ബുദ്ധി പറയുന്നു. ഈ സാമാന്യ ബുദ്ധിയുടെ വിധി തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന് മാത്രമേ ആരാധന അർപ്പിക്കാവൂ എന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. പ്രാർത്ഥനാ വഴിപാട് അർപ്പിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ വിശ്വാസം പൂർണ്ണമാകുന്നത്. എന്നിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ആരാധനകൾ അർഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് ആരാധനകളെല്ലാം അർഹിക്കുന്നതെന്ന് അല്പം ചിന്തിക്കുന്ന ഏവർക്കും ബോധ്യമാകും. ഹൃദയത്തിനുള്ളിലുള്ളത് അറിയാവുന്നവനല്ലാതെ മറ്റാർക്കാണ് പ്രാർത്ഥനയുടെ യഥാസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുക? എല്ലാ കഴിവുകളുടെയും നാഥനും എല്ലാ അറിവുകളും ഉള്ളവനുമായ അള്ളാഹു അല്ലാതെ മറ്റാരാണ് പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ? എന്നിട്ട് അതിന്റെ 202-ാമത്തെ പേജിൽ പറയുന്നു, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളെല്ലാം ആരാധനയാണ്. ദിവ്യനായി കരുതപ്പെടുന്ന ഒരാൾ അനുസരിക്കപ്പെടുന്നത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടിയാണ്. അയാളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രസ്തുത അനുസരണം. അതുകൊണ്ട് തന്നെ ആ അനുസരണം ആരാധനയായി തീരുന്നു. ദൈവങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയാണ്. അപ്പോൾ അത് കഴിക്കുന്നത് ആരാധനയാണ്. ശവകുടീരങ്ങളെ പ്രദക്ഷിണം വെക്കുന്നത് പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മനസ്സോടെയാകുമ്പോൾ ആ പ്രദക്ഷിണം ആരാധനയായി തീരുന്നു. ഇങ്ങനെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളെല്ലാം ആരാധനയാണ്. ആരാധന അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അപ്പോൾ ഭൗതിക അഭൗതികമെന്നും കാര്യകാരണ ബന്ധമെന്നും എല്ലാം പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് അദൃശ്യമെന്നോ മറഞ്ഞ വഴി എന്നോ നമ്മൾ പ്രയോഗിച്ചത് എന്ന് കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഫൈസൽ മൗലവി പറഞ്ഞത് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയല്ല. കാരണം ഞാൻ ചോദിച്ചത് നമ്മൾ തൗഹീദും ഷിർക്കും വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഭൗതികം അഭൗതികം. എന്നിട്ട് എന്നെ നിർത്തിയിട്ട് ചോദ്യം അതാണ്, ഭൗതികം എന്നാൽ മലയാള ഭാഷയിൽ എന്താണ്? അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ ദുആ എന്താണെന്നോ ദുആ ആകണമെങ്കിലുള്ള പരിധിയും അതേപോലെ തന്നെ കാര്യകാരണ ബന്ധം ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇത്രയും പുസ്തകം അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഷിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് നാം പ്രയോഗിക്കുന്ന പദമാണ് ഭൗതികം എന്ന് ഞങ്ങൾ ചോദിച്ചത് തന്നെ. അതൊന്നും പറയാതെ നേക്കുന്ന മൈക്കെടുത്തിട്ട് എന്താ ഭൗതികം എന്നാ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ശബ്ദതാലാവെടുത്ത് എന്ത് വായിച്ചു കേൾപ്പിക്കാൻ പറ്റും. നേരെ മറിച്ച് ഷിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് നമ്മൾ പ്രയോഗിച്ചതാണല്ലോ ഭൗതികം എന്ന പദം. അതിപ്പോ വിവാദമാണല്ലോ എന്നാണ് നമ്മുടെ ചോദ്യം.
അപ്പൊ ആ അർത്ഥത്തിൽ ഭൗതികം അഭൗതികം എന്നത് മുജാഹിദുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊക്കെ വായിച്ചാൽ മതി എന്ന് പറയാനാണ് ഞാൻ അത് കൊണ്ടുവന്നത്. അല്ലാതെ ഒരു മലയാള വാക്കിന്റെ അർത്ഥം പഠിക്കാനാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ മുഖാമുഖം ആവശ്യമില്ലല്ലോ. ഒരു കേവല ഭൗതികം എന്നുള്ള വാക്കിന് അല്ലെങ്കിൽ ഏതൊക്കെ ഡിക്ഷണറി എവിടേക്ക് എന്തൊക്കെ അർത്ഥം കൊടുത്തു എന്ന് പഠിക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ ജാമ്യത്തിന് ഇഷ്ടം പോലെ ലൈബ്രറിയിൽ ഡിക്ഷണറി ഉണ്ട്. അതേതും വായിച്ചു നോക്കിയാൽ അവിടുന്ന് കിട്ടുമെന്ന് അർത്ഥം എന്നുള്ളത്. നേരെ ശിർക്കും തൗഹീദും പഠിപ്പിക്കുന്നിടത്താണെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ പദം ആവശ്യം വരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ പദം ആവശ്യം വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അതും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹിനോടെ ദുആക്കാവൂ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും സംശയമില്ല എന്താ ദുആ എന്നുള്ളത്. പിന്നെ എന്തിനാ നമ്മൾ ഈ ഭൗതിക അഭൗതിക പദം ഉപയോഗിച്ചത്? ഞങ്ങൾ ചെയ്യുന്ന ദുആ അല്ല എന്ന് ചിലർ വാദിച്ചു. നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞ പോലെ തന്നെ ദുആ ആകണമെങ്കിൽ റബ്ബിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ദുആ ആകൂല. അപ്പോഴാണ് അല്ല, അല്ലാത്തോട് ചോദിച്ചാലും ദുആ ആകും. അതെങ്ങനെ? അവിടെയാണ് നമ്മൾ ഈ പദം എടുത്തത് തന്നെ, ഭൗതികം അഭൗതികം എന്ന പദം തന്നെ. അല്ലെങ്കിൽ നമുക്കതിന് ആവശ്യമില്ല. മലയാള ഭാഷയിൽ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള പദമാണ് ഭൗതികം എന്ന പദം. അതിന് അതുമാത്രമല്ല, പ്രാർത്ഥന എന്ന പദം അങ്ങനെ തന്നെ. പ്രാർത്ഥന എന്ന പദം എന്താ? ഡിക്ഷണറി എടുത്ത് നോക്കി എന്തൊക്കെ കാണും? യാചിക്കാൻ അർത്ഥമുണ്ട്, ചോദിക്കാൻ അർത്ഥമുണ്ട്, വിളിക്കാൻ അർത്ഥമുണ്ട്, ക്ഷണിക്കാൻ അർത്ഥമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അർത്ഥമുണ്ട്. ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ്. ഒരാൾ വന്നിട്ട് എന്താ പ്രാർത്ഥന അർത്ഥം? പണ്ട് കാന്തപുരം വെച്ചു പ്ര എന്ന് പറഞ്ഞാൽ അലങ്കാരം, അർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. അപ്പോൾ പ്രാർത്ഥന അലങ്കാരത്തോട് ആവശ്യപ്പെടുക, അതുമാണ് ഒരു അർത്ഥം എന്ന് പറയാം അയാൾക്ക്. എന്നാൽ ആ അർത്ഥം പഠിപ്പിക്കാനാണോ നമ്മളെ മുഖാമുഖം? അല്ല. പിന്നെയോ ഒരു കാര്യം തൗഹീദും ശിർക്കുമായി വേർതിരിക്കുന്നിടത്ത് നമ്മൾ എങ്ങനെ പ്രയോഗിച്ചു? ഭൗതികം എന്നത് പല അർത്ഥത്തിൽ ഉപയോഗിക്കാം, അഭൗതികം എന്നതും പല അർത്ഥത്തിൽ ഉപയോഗിക്കാം. അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാറുണ്ട്, അമാനി മൗലവി പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാം. സൂറത്ത് ശുഅറയിൽ അമാനി മൗലവി വ്യാഖ്യാനിച്ചപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്തുള്ള അഭൗതികം, അവിടെയുള്ള ഭൗതികം, അതാ ഞാൻ പറഞ്ഞത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്, അത് അഭൗതികം. അപ്പോൾ അധീനമായത് ഭൗതികം. കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിലുള്ളത് ഭൗതികം, അപ്പുറത്തുള്ളത് അഭൗതികം. സുഹൃത്ത് മനസ്സിൽ വെച്ച ഒരു മറ്റൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരണം എന്നില്ല, നേർക്ക് നേരെ ആ ചോദ്യം ചോദിക്കാം. നമ്മൾ സമയങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടി ആദ്യം 2 ചോദ്യം ചോദിച്ച് പിന്നെ അപ്പുറത്തേക്ക് പോയി പിന്നെ ഇപ്പുറം കടന്ന് പിന്നെ അതിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ടല്ലോ, ആ ചോദ്യം നിങ്ങൾ വൈകാതെ ചോദിച്ചോളൂ. അപ്പം ഇൻഷാ അല്ലാഹ് ബാക്കി ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായി ഞാൻ ചോദിച്ചത്. അപ്പോൾ ഭൗതികമെന്ന മലയാള പദത്തിൻ്റെ അർത്ഥം അത് ഫൈസൽ മൗലവി പറഞ്ഞു തന്നിട്ടില്ല. ഇനി ഇവിടെ ഈ ഭൗതികം എന്താണെന്ന് ചോദിക്കാനുള്ള കാരണം ജിന്നിനെ ഭൗതികമാക്കിക്കൊണ്ടുള്ള സംസാരം വേദികളിൽ നിന്നുണ്ടാകുന്നുണ്ട്. എനിക്കറിയാം ഈ ചോദ്യം തന്നെയാണ് ഉള്ളത്, എനിക്കും അറിയാം, ഫൈസൽ മൗലവിക്കും അറിയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ജിന്ന് ഭൗതികമാണെങ്കിൽ എന്താണ് അതിനുള്ള തെളിവ്? ഭാഷാപരമായാലും അതേപോലെ തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നായാലും ശരി. യെസ്, ഇതാ ഞാൻ പറഞ്ഞ ആ ചോദ്യം ആദ്യം ചോദിച്ചാൽ നമ്മളെ മറ്റേ സമയമൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇപ്പം മൂപ്പര് പറയാം എനിക്ക് വേറെ ചോദിക്കാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. അപ്പം ചില സംഗതികൾ അദൃശ്യമാണെങ്കിലും അത് ഭൗതികമാണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഏതായിരുന്നാലും ഇനി ഇപ്പോഴുള്ള ഇപ്പം ഭൗതികം എന്താണെന്ന് മൂപ്പയ്ക്ക് അർത്ഥം കിട്ടിയിട്ടില്ല എന്നാ. ഈ ഇരിക്കണ എല്ലാവർക്കും മനസ്സിലായി ഭൗതികം എന്താ അഭൗതികം എന്താന്ന് ഇപ്പം എൻ്റെ നേരത്തെ പറഞ്ഞ വിഷയത്തിലൂടെ. പിന്നെ മനസ്സിലാവൂല എന്നൊരു വാശ ഉണ്ടെങ്കിൽ നിവൃത്തില്ല. ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവനെ ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. സുഹൃത്ത് അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. എന്നാലും സഹോദരൻ ഒന്നുകൂടി മനസ്സ് തുറക്കണം. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അഭൗതികം എന്നതിന് വിപരീതമാണ് ഭൗതികം. അഭൗതികം എന്ന് പറഞ്ഞാൽ ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് നമ്മൾ പ്രയോഗിച്ചത്. സുഹൃത്ത് അവിടുന്നാണ് ചോദ്യം തുടങ്ങിയത് എവിടുന്ന? ശിർക്കും തൗഹീദും പഠിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ച വാക്കാണ് ഭൗതിക ഭൗതികം. ആ അർത്ഥത്തിലുള്ള ഭൗതികമാണല്ലോ ഇപ്പൊ ചോദിക്കണത്, അല്ലാതെ ഭൗതികത്തിന് എന്തൊക്കെ അർത്ഥം ഉണ്ടെന്നല്ലോ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശിർക്കും തൗഹീദും പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ ഉപയോഗിച്ച അഭൗതികം എന്തോ അതിന്റെ വിപരീതമാണ് ഭൗതികം. ആ അഭൗതികം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. അതാരാ പറഞ്ഞത്? അള്ളയും റസൂലും പഠിപ്പിച്ചു അറബി ഭാഷയിൽ. മലയാളത്തിലേതായാലും ഇപ്പൊ ഖുർആനിൽ ഉണ്ടാവില്ലല്ലോ. അത് നമുക്ക് വിശദീകരിച്ചു തന്നു മുൻകാല പണ്ഡിതന്മാർ. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചു തന്നു കുഞ്ഞീദ് മദനി, AP അബ്ദുൽ ഖാദർ മൗലവി, ഇനി അവിടുന്ന് ഇങ്ങോട്ട് ഉമർ മൗലവി, സെയ്ദ് മൗലവി, MM അക്ബർ അടക്കം എല്ലാവരും പഠിപ്പിച്ചു തന്നു. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം.
അത് പുസ്തകം എഴുതിയ ഒട്ടുമിക്ക ആളുകളെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഒന്നുകൂടി വ്യക്തമാകണമെങ്കിൽ ഏറ്റവും കൃത്യമായി അത് പഠിപ്പിക്കുന്നത് EKM പന്നൂരിന്റെ ജവാബ് എന്ന പുസ്തകത്തിലാണ്. EKM പന്നൂർ എഴുതിയ പുസ്തകം ഉണ്ട് ജവാബ്. ഈ സമ്മേളനത്തിൽ നമ്മൾ വിറ്റിരുന്നു, ബാഗിലുണ്ടാവും. ഈ സമ്മേളനത്തിൽ നമുക്കത് കിട്ടിയിരുന്നു, ജവാബ് എന്നൊരു പുസ്തകം. അപ്പൊ ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം ഭൗതികം അഭൗതികം കാര്യകാല ബന്ധന അപ്പുറം ഇപ്പുറം വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ മൗലിദും ഇസ്തിഗാസയും എന്ന പുസ്തകത്തിലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവിയുടെ ഫാത്തിഹ തിരുത്തി എന്ന പുസ്തകത്തിൽ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വിശദീകരിക്കുമ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനും അപ്പുറത്ത് വേണോ, വക്കം അബ്ദുൽ ഖാദിർ മൗലവി തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ 1918 അത് വിശദീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവി അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ 1946 അത് എഴുതിയിട്ടുണ്ട്. ഇതാണ് ജവാബ് എന്നുള്ള പുസ്തകം. ഇതിനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഭൗതികം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല, അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ജിന്നുകൾ ഭൗതികമാണെങ്കിൽ തെളിവെന്ത്? ജിന്ന് എന്ന് മാത്രമല്ല, ലോകത്ത് ഒരൊറ്റ പടപ്പിനും അഭൗതികമായ കഴിവില്ല. ഒരു പടപ്പിനും അഭൗതികമായ കഴിവില്ല. അത് ജിന്ന് മാത്രമല്ല, ലോകത്ത് ഒരു പടപ്പിനും അഭൗതികമായ കഴിവില്ല. അത് തർക്കമില്ലാത്ത വിധം, സംശയമില്ലാത്ത വിധം നാം ഇത്രയും കാലം പഠിപ്പിച്ചു പോന്ന സംഗതിയാണ്. അഭൗതികമായ കഴിവ് ഒരു പടപ്പിനുമില്ല. എവിടെയുള്ളത്? KNM-ന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റും KJU-വിന്റെ ഫത്വ ബോർഡ് ചെയർമാനുമായിരുന്ന എന്റെ ഗുരുനാഥൻ ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന ഈ പുസ്തകത്തിലും ഇസ്ലാമിന് അടുത്ത തൗഹീദ് എന്ന പുസ്തകത്തിലും അദ്ദേഹം ഇത് പഠിപ്പിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇതാ 12ാമത്തെ പേജിൽ തന്നെ, എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല, ഒരു പടപ്പിനും ആ കഴിവില്ല. ഇസ്ലാമിന്റെ ജീവൻ എന്ന ബുക്ക്. ഇനി ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലും മൗലവി ഇത് തന്നെ പ്രയോഗിച്ചു. അവിടെ സൃഷ്ടികളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്നാണ്, ഇവിടെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്നാണ്. അപ്പൊ ആ പടപ്പുകളിൽപ്പെട്ട പടപ്പാണ് ഏത്? ജിന്ന്. ജിന്നും മലക്കും മനുഷ്യനും കല്ലും മരവും മൃഗങ്ങളും പക്ഷികളും എല്ലാം പടപ്പാണ്. അള്ളാന്റെ പടപ്പിൽ ഒരു പടപ്പിനും അഭൗതികമായ കഴിവില്ല. അപ്പൊ എല്ലാ പടപ്പിനും കഴിവെന്താണ്? ഭൗതികമായ കഴിവാണ്. അതുകൊണ്ടാണ് വിചിന്തനം പറഞ്ഞത് ഇത് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവൻ പറയില്ല. 2007 ഫെബ്രുവരി 16 വിചിന്തനം എഴുതി, ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും കഴിവുകളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. അത് ചെറിയ മുണ്ടും എഴുതി. ഇനി ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഒരു ചോദ്യം കൂടി അദ്ദേഹത്തിനുണ്ട്, അതും കൂടി ചോദിച്ചോളി. എന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ വ്യക്തമാണ്. അത് വ്യക്തമായി, ഒന്നും രണ്ടും വ്യക്തമായി. ഇനി മൂന്നാമത്തെ ചോദിക്കും, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയാം. അല്ല മൂന്നാമത്തെ ചോദിച്ചോളി. അല്ല മൂന്നാമത്തെ വ്യക്തമാണ്. എന്നിട്ട് ഞാൻ നിർത്തി. മലയാള ഭാഷയിൽ ഭൗതികം എന്നാൽ എന്ത്? അതാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ അവസാനമായി ഞാൻ പറഞ്ഞത്. അതിനാണ് ബഹുമാന്യനായ ഫൈസൽ മൗലവി മറുപടി പറയേണ്ടത്. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയിൽ ഭൗതികം എന്നാൽ എന്ത്? പിന്നെ ആളുകളോട് മറുപടി പറയുമ്പോൾ എല്ലാവരും കൂടി ചിരിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചോദ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഹദീസ് വായത്തിലേക്ക് കടന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ വളരെ വ്യക്തമാണ്. ഇത്രയും പുസ്തകങ്ങളൊന്നും ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ ഭൗതികം എന്നാൽ എന്ത്? അത്ര ഉള്ള എന്റെ ചോദ്യം. സഹോദര, ഒന്നാമത്തെ ചോദ്യം ഇപ്പൊ നിങ്ങൾ വിട്ടു, രണ്ടാമത്തേക്ക് വന്നു. ഒന്നാമത്തെ ചോദ്യത്തിലാണ് താങ്കൾ എന്തു പറഞ്ഞത്? തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്നിടത്ത് നാം ഉപയോഗിച്ച പദമാണല്ലോ ഭൗതികം. അത് നിങ്ങൾ വിടല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറും മലയാള ഭാഷ പഠിക്കാനാണെങ്കിൽ ഈ വിലപ്പെട്ട സമയം കളയേണ്ട ആവശ്യമില്ല. അതിന് ഒന്നുകിൽ ഇപ്പോൾ ഗവൺമെന്റ് മലയാളം സർവകലാശാല വരെ നടത്തുന്നുണ്ട്, അവിടെ പോയാലും കിട്ടും. ഇനി PhD കിട്ടും. ഒരു PG ഒന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ PhD കിട്ടും. അങ്ങനെ PhD എടുക്കാനും പറ്റുമാണ് ആ വിഷയത്തിൽ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നോക്കാം ആ വഴിയിൽ. അപ്പൊ അതുകൊണ്ട് മലയാള ഭാഷ പഠിക്കാനും അതിനർത്ഥം പഠിക്കാനാണോ? അത് ഇടപെടുന്ന ജാമീന്റെ ലൈബ്രറി തന്നെ ഉണ്ട്, ശബ്ദധാരാവലുണ്ട്, ഒരുപാട് ഡിക്ഷണറി ഉണ്ട്. അത് മറിച്ച് നോക്കിയാൽ കിട്ടും.
അതല്ല തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്തുള്ള ഭൗതികമാണോ? അത് ചിലപ്പോൾ ശബ്ദ താരാവലിന് കിട്ടിക്കൊള്ളുന്നില്ല. അതിനാണ് നമ്മൾ എഴുതിയ പുസ്തകമൊക്കെ എടുത്തത്. കുഞ്ഞിതും അതിനെഴുതിയതും AP എഴുതിയതും അതേപോലെ ചെറിയമുണ്ടം പറഞ്ഞതും വിചിന്തനം പറഞ്ഞതും എല്ലാം എടുത്തതാ. അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല എന്നല്ല, അതൊക്കെ വായിക്കണമെന്ന് സഹിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം അതിങ്ങനെ കേൾക്കുമ്പോൾ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സംഗതി ഈ ചോദ്യം ഒരു കേവലം ഭൗതികമല്ല, ഇതിനപ്പുറത്ത് അഭൗതികമായ എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് കേട്ടുവൊക്കെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആ ശൈലി സുഹൃത്ത് ഒഴിവാക്കുക. മലയാള ഭാഷ പഠിക്കാനാണെങ്കിൽ അതിന് നമുക്ക് വേറെ വല്ല സംവിധാനം ഉണ്ടാക്കുക, ട്യൂഷനോ മറ്റോ ഒക്കെ ഇവിടെ ഉണ്ടാവും. അതല്ല തൗഹീദും ശിർക്കും പഠിക്കുന്നിടത്തുള്ള ഭൗതികമാണോ? അത് പറഞ്ഞു കഴിഞ്ഞു. കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ളത് അഭൗതികം എന്ന പദമാണോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത്? ഇനി ആ പദത്തിന് വേറെ പല അർത്ഥങ്ങൾ ലോകത്തുണ്ടോ? ഉണ്ടാവാം. ഒരുപാട് അർത്ഥങ്ങൾ ആ പദത്തിനുണ്ടാകും. ഈ ഒരു പദത്തിന് ആ അർത്ഥം മാത്രമേ ഉണ്ടാകാവൂ എന്നൊക്കെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം പറയാറുണ്ട്. അപ്പോൾ ദൃശ്യം എന്ന അർത്ഥത്തിൽ ഭൗതികം എന്ന് പറയാം, ദൃശ്യം എന്ന അർത്ഥത്തിൽ ഭൗതികം എന്ന് പറയാം. അതല്ലേ സുഹൃത്തിന് കിട്ടേണ്ടത്? ദൃശ്യം എന്ന അർത്ഥത്തിൽ ഭൗതികം എന്ന് പറഞ്ഞാൽ അപ്പൊ ജിന്ന് ദൃശ്യമില്ലല്ലോ, അപ്പൊ ജിന്ന് ഭൗതികമല്ലല്ലോ എന്നല്ലേ? അപ്പൊ ദൃശ്യം അദൃശ്യം എന്ന പദത്തിന് ഭൗതികം അഭൗതികം പ്രയോഗിക്കാറുണ്ട്. പക്ഷേ അത് തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്തുള്ള പ്രയോഗമല്ല. ഇനി മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്ന് പ്രയോഗിക്കാറുണ്ട്. അതും ഏതർത്ഥത്തിലാണ്? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് വേറെ വഴി ഉണ്ടെന്നുകൊണ്ടല്ല. അപ്പോൾ ഒരാൾക്ക് മറഞ്ഞത് വേറാൾക്ക് തെളിഞ്ഞതാവും. അപ്പൊ സുഹൃത്തിന് ഇനിയും ചോദിക്കാണ്ട് എന്നുള്ളത് എനിക്ക് തെളിഞ്ഞ കാര്യമാണ്, മറ്റു പലർക്കും മറഞ്ഞ കാര്യമായിരിക്കാം. അതുകൊണ്ട് മറഞ്ഞ വഴി തെളിഞ്ഞ വഴി പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്തുള്ള മറഞ്ഞ വഴി തെളിഞ്ഞ വഴി അതേതാ? ദൃശ്യം അദൃശ്യം അതേതാ? ഭൗതികം അഭൗതികം അതേതാ? അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം. അത് കൃത്യമായി ബോധ്യമാകും. ആ അർത്ഥത്തിൽ ലോകത്ത് അഭൗതികമായ കഴിവുള്ളവൻ, അഭൗതികമായ കേൾവിയുള്ളവൻ, അഭൗതികമായ കാഴ്ചയുള്ളവൻ, അഭൗതികമായി സഹായിക്കുന്നവൻ, അഭൗതികമായി ദോഷം വരുത്തുന്നവൻ എല്ലാം അല്ലാഹ് മാത്രം. ഇനി അതല്ല, ആ അർത്ഥത്തിൽ അഭൗതികമായ കേൾവിയും കാഴ്ചയും ശക്തിയും സഹായം ചെയ്യാനും ദോഷം വരുത്താനും കഴിവും എല്ലാം അല്ലാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്നാണോ? ജിന്നിനുണ്ട് എന്നാണോ? ആ അർത്ഥത്തിൽ ജിന്ന് അഭൗതികം എന്നാണോ? എങ്കിൽ അത് തന്നെ ശിർക്കാണ്. ജിന്ന് അഭൗതികമാണ് എന്ന് പറയുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന അർത്ഥത്തിലാണോ? എങ്കിൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വിചിന്തനം എന്ത് പറഞ്ഞത്? ബുദ്ധിയും മകതിരിവുള്ളവൻ പറയില്ലാൻ. പിന്നെ വൃത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന് ബുദ്ധിയില്ല എന്ന് മനസ്സിലാക്കാം എന്നല്ലേ വിചിന്തനം പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പറയുന്ന അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന അർത്ഥത്തിൽ ജിന്ന് അഭൗതികമാണ് എന്നാണോ? എങ്കിൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അതേസമയം അദൃശ്യം എന്ന അർത്ഥത്തിലാണോ അഭൗതികം? ഒരു തകരാറുമില്ല. ജിന്നിനെ കുറിച്ച് ആ അർത്ഥത്തിൽ അഭൗതികം എന്ന് പറയാം. അദൃശ്യം എന്ന അർത്ഥത്തിൽ, കാണാത്ത എന്ന അർത്ഥത്തിലാണെങ്കിൽ അഭൗതികം എന്ന് പറയാം. അതുപോലും സൂക്ഷ്മത പാലിച്ച പണ്ഡിതന്മാർ അദൃശ്യം എന്ന വാക്കിലാണ് നിർത്തിയിട്ടുള്ളത്. അഭൗതികം എന്ന് പറഞ്ഞാൽ തെറ്റല്ലതാനും. അത് അമാനി മലു അടക്കം എഴുതിയ ഒരു പദപ്രയോഗവുമാണ്. ഇപ്പൊ രണ്ട് രൂപത്തിലാണ് ഫൈസൽ മൗലയുടെ മറുപടി വന്നത്. ജിന്ന് ഭൗതികമാണെന്ന് പറയുന്നതിലും തെറ്റില്ല, ജിന്ന് ഭൗതികമാണെന്ന് പറയുന്നതിലും തെറ്റില്ല, ജിന്ന് അദൃശ്യമെന്ന നിലക്ക് അഭൗതികമാണെന്ന് പറയുന്നതിലും തെറ്റില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ മറുപടി അനുസരിച്ചിട്ട് രണ്ടും പറയാം. അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ജിന്ന് ഭൗതികം മാത്രം, അല്ലെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികം ആണ് എന്ന് പറയുന്നത് തെറ്റല്ല. രണ്ടും നിങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ജിന്ന് ഭൗതികം മാത്രം, അല്ലെങ്കിൽ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികം, ഏതെങ്കിലും ഒന്നിൽ നിൽക്കണം. രണ്ടും പറയണ്ടല്ലോ. സുഹൃത്ത് പറഞ്ഞു ഞാൻ മറുപടി രണ്ട് രൂപത്തിൽ പറഞ്ഞു എന്നാ. എന്നിട്ട് മൂപ്പനെ രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് രൂപത്തിൽ ഞാൻ മറുപടി പറഞ്ഞു, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു രൂപത്തിൽ പറഞ്ഞാൽ പോരെ? രണ്ട് രൂപത്തിൽ പറഞ്ഞ ആവശ്യമില്ലല്ലോ. രണ്ട് രൂപത്തിൽ പറഞ്ഞു രണ്ടും ഒന്നാണ്. അതിനർത്ഥം എന്താ? ഒരു രൂപത്തിലേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ലേ? അപ്പൊ എന്തിനാണ് സഹോദരൻ ഇങ്ങനെയൊക്കെ എടുങ്ങാറാവണത്? മനുഷ്യനെ സംബന്ധിച്ച അഭൗതികം അത് ഫൈസൽ മൗലവി പറഞ്ഞതല്ല, അത് എല്ലാരും പറഞ്ഞാണ്. ഒരു തർക്കവുമില്ല. എന്റെ CD ഇപ്പൊ ഏതെല്ലാം ഇവ്വിഷയമായി ലഭ്യമാണോ ആ CD-യിലൊക്കെ കാണും. മനുഷ്യനെ അപേക്ഷിച്ച് അഭൗതികം എന്ന് പറയാം. പക്ഷേ മനുഷ്യനെ അപേക്ഷിച്ചുള്ള അഭൗതികതയിൽ ശിർക്കും തൗഹീദും വേർതിരിയുന്നില്ല. മനുഷ്യനെ അപേക്ഷിച്ച അഭൗതികം എന്ന് പറഞ്ഞാൽ ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികമല്ല അവിടെ.
കാരണം മനുഷ്യനെ അപേക്ഷിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറയാൻ പറ്റൂല. മനുഷ്യനെ അപേക്ഷിച്ച് ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന് പറയാൻ പറ്റില്ല. അതാ വിചിന്തനം പറഞ്ഞത്. അവയുടെ കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അപ്പൊ കാര്യകാരണ ബന്ധമുണ്ട്, പക്ഷെ ആ കാര്യകാരണ ബന്ധം നമുക്ക് മനസ്സിലാവില്ല. എന്താ ഈ കാര്യകാരണ ബന്ധം? ഏതായാലും അത് പഠിക്കണമല്ലോ. കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ അള്ളാഹു നിശ്ചയിച്ചൊരു കാരണമുണ്ട്. ആ കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വ്യവസ്ഥ, അതാണ് കാര്യകാരണ ബന്ധം. മനുഷ്യന് കാണാനും കേൾക്കാനും അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുമെല്ലാം അള്ള വെച്ച സംവിധാനമുണ്ട്. അതാണ് കാര്യകാരണ ബന്ധം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന കാഴ്ചക്ക് പരിധിയുണ്ട്, മാക്സിമം പരിധിയുമുണ്ട്, മിനിമം പരിധിയുമുണ്ട്. അതിന് ഇപ്പുറം കാണൂല, അതിനപ്പുറം കാണൂല. എന്ന പോലെ മൃഗങ്ങളുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, ജിന്നുകളുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, മലക്കിന്റെ കാഴ്ചക്ക് പരിധിയുണ്ട്, അവിടെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ട്. ഓരോന്നിന്റെയും പരിധി എത്ര നമുക്കറിഞ്ഞോളണമെന്നില്ല. നമുക്കറിയാത്തത് കൊണ്ട് പരിധി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ജിന്നും മലക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ തന്നെയാണ്. പക്ഷെ അവയുടെ കാര്യകാരണ ബന്ധം എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയണമെന്നില്ല. അറിയാൻ നമുക്ക് സാധാരണഗതിയിൽ 2 വഴിയേ ഉള്ളൂ. ഒന്ന് പഞ്ചേന്ദ്രിയം കൊണ്ട് കിട്ടുക, അത് ജിന്നിന്റെ വിഷയത്തിൽ കിട്ടൂല. 2 വഹയി കൊണ്ട് കിട്ടുക, അത് ജിന്നിന്റെ വിഷയത്തിൽ എന്തെല്ലാം കിട്ടിയോ അതൊക്കെ വിശ്വസിക്കാം. ജിന്ന് നമ്മളെ കാണും, വഹയിലൂടെ കിട്ടി, നമ്മൾ വിശ്വസിക്കുന്നു. ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കും, വഹയിലൂടെ കിട്ടി, നമ്മൾ വിശ്വസിക്കുന്നു. ബാങ്ക് കൊടുത്ത് അവൻ ഓടും ശൈത്താന്, അപ്പൊ അവൻ കേൾക്കുന്നുണ്ട് ബാങ്ക്, നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ സാഹിറിനെ ശൈത്താൻ ഹാജരായി അവനെ സഹായിക്കും, വഹി കൊണ്ട് കിട്ടി, നമ്മൾ വിശ്വസിക്കുന്നു. കാഹിൻ ജോത്സ്യന് ശൈത്താന സഹായം കിട്ടും, ഹദീസ് കൊണ്ട് കിട്ടി, നമ്മൾ വിശ്വസിക്കുന്നു. ജിന്നു ബാധയുണ്ട്, ഖുർആൻ തന്നെ സൂചിപ്പിച്ചു, ഹദീസിലൂടെ നമുക്ക് ബോധ്യമായി കിട്ടി, നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവയെല്ലാം ഈ ചെയ്യുന്ന പണിയോ കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിൽ. കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിൽ ഒരു ജിന്നിന് ലോകത്ത് എന്തും കാണാൻ കഴിയില്ല. അവന്റെ കാഴ്ചക്ക് അള്ള വെച്ച ലിമിറ്റ് ഉണ്ട്, അവൻ നൽകിയ പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റിയവൻ കാണും, കേൾക്കാൻ പറ്റിയത് കേൾക്കും, എത്താൻ പറ്റിയ സ്ഥലത്തോ എത്തും, പൊക്കാൻ പറ്റിയ ഭാരം പൊക്കും. അതിനപ്പുറം കഴിയില്ല. അതിനപ്പുറമുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ് എന്ന് പറയാം, അദൃശ്യമെന്ന അർത്ഥത്തിൽ. അത് തർക്കമില്ല. അത് ഫൈസൽ മൗലവി മാത്രം പറഞ്ഞതല്ല, അതിനാണ് ഞാൻ അമാന്യ മൗലവി പറഞ്ഞ അടക്കം എടുത്തുദ്ധരിച്ചത്. അത് KJUവിലും പറഞ്ഞിട്ടുണ്ട്. അത് KJUവില് പണ്ഡിതന്മാർ പലരും പറയാറുമുണ്ട്. അതിനൊരു തകരാറും ഇല്ല. പക്ഷെ ആ അഭൗതികത ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികത അല്ല. ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികതയാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. ഒന്നാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ വാചകം അതാണ്. ശിർക്കും തൗഹീദും മനസ്സിലാക്കുന്നിടത്ത് നാം പ്രയോഗിച്ച പ്രയോഗമാണല്ലോ അഭൗതികം. എങ്കിൽ ആ അർത്ഥത്തിൽ ഒരു അഭൗതികമല്ല ജിന്ന്. ഏതർത്ഥത്തിൽ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നർത്ഥത്തിൽ. അത് ആണ് എന്ന് അബ്ദുസ്സലാം സുലൈമി തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ജോത്സ്യനെ ശൈത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. കാരണം വിശ്വസിച്ചാൽ അഭൗതികമായി സഹായിക്കുമെന്നായല്ലോ, അത് തൗഹീദിനെതിരാണ്. കാഹിനെ, അതേ ഗണിതക്കാരനെ ശൈത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. സാഹിറിനെ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. കാരണം ആ സഹായം അഭൗതികമാണ്. അത് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. അബ്ദുസ്സലാം സുല്ലമി ഇവിടുന്ന് പോയിട്ടൊരു പുസ്തകം എഴുതി, തൗഹീദും നവയാഥാസ്ഥികളുടെ വ്യതിയാനവും എന്ന പുസ്തകം. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ കീഴിൽ സംഘടനയിൽ അണിനിരുന്ന നമ്മെക്കുറിച്ച് അബ്ദുസ്സലാം സുലൈമി പറഞ്ഞു, നമ്മുടെ തൗഹീദ് പൊളിഞ്ഞു. എന്തുകൊണ്ട്? ഈ പുസ്തകം തുടങ്ങിയത് 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാചകം എന്താ? അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. അത് ശരിയാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. ജിന്നും മലക്കും സഹായിക്കാൻ കഴിയും അവർക്ക് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി, കുഫ്റായി. അപ്പോഴാണ് അയാൾ ചോദിച്ചത്, അങ്ങനെ ഹദീസിലുണ്ടല്ലോ സാഹിറിനെ സഹായിക്കുമെന്ന്, ജോത്സ്യനെ സഹായിക്കുമെന്ന്, എങ്കിൽ അതെങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ ഹദീസ് ശരിയല്ല.
ബുഖാരിയിലുണ്ടല്ലോ, മുസ്ലിമിലുണ്ടല്ലോ, എന്നാലും ശരിയല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു സ്വഹീൽ ബുഖാരിയിൽ 60 ഹദീസ് ഞാൻ ദഈഫാക്കിയിട്ടുണ്ട്. കാരണം അത് ദഈഫാക്കാതിരുന്നാൽ തൗഹീദ് പൊളിയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഈ അധ്യായത്തിന് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് എന്താ? അദ്ദേഹത്തിന് ഹെഡിങ് തന്നെ അദൃശ്യം, അഭൗതികം, വ്യതിയാനം. അദൃശ്യം അഭൗതികം മനസ്സിലാക്കി തെറ്റി, അതുകൊണ്ട് നമ്മൾ വ്യതിചലിച്ചു. ഇപ്പൊ പറയണതോ അദൃശ്യം അഭൗതികം മനസ്സിലാക്കി തെറ്റി, അതുകൊണ്ട് നമ്മൾ വ്യതിചലിച്ചു. സലാം സ്വലമി അന്ന് പറഞ്ഞ അത് തന്നെ ഇപ്പോൾ പറയുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ അഭൗതികമാണെങ്കിൽ, ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികമാണെങ്കിൽ, ആ അഭൗതികമാണ് ജിന്ന് എന്നൊരാൾ വിശ്വസിച്ചാൽ, ജിന്ന് കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, ജിന്ന് ജോലിനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, ജിന്ന് സാഹിബിനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് അവൻ കേൾക്കും ഓടുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. അപ്പൊ പിന്നെ ബാത്റൂമിൽ ആൺകൊതു പെൺകൊതു എന്ന് അബ്ദുസ്സലാം അർത്ഥം വെച്ചത് അയാളെ സംബന്ധിച്ച് ന്യായമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അഭൗതികമായത് അല്ല മാത്രം. ആപേക്ഷികമായിട്ടാണോ ഒരു തകരാറില്ല. ജിന്നിനെ പറ്റി അഭൗതികം എന്ന് പറയാ. ജിന്നിനെ പറ്റി മാത്രമല്ല, നമ്മൾ കാണാത്തൊരു മനുഷ്യനെ പറ്റിയും പറയാ. നമ്മൾ കാണാത്തൊരു മനുഷ്യനെ കുറിച്ച് എന്ത് പറയാ? അയാൾ നമ്മെ സംബന്ധിച്ച അഭൗതികമാണ് എന്ന് പറയാം. കാരണം എന്താ, നമ്മൾ കാണുന്നില്ല. ആ അർത്ഥത്തിലേ ഉള്ളൂ. അത് വിശ്വസിച്ച ശിർക്കാവോ? ഇല്ല. അതുകൊണ്ട് ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കാണ് എന്ന് പറയാൻ കൊണ്ടുവന്ന അഭൗതികം അത് തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന അഭൗതികമാണ്. ആ അർത്ഥത്തിൽ ജിന്ന് അഭൗതികമാണെങ്കിൽ ജിന്നിന്റെ കാഴ്ച അംഗീകരിക്കാൻ പറ്റൂല, കേൾവി അംഗീകരിക്കാൻ പറ്റൂല, പ്രവർത്തനം അംഗീകരിക്കാൻ പറ്റൂല, സാഹിറിനെയും ജ്യോത്സ്നെയും സഹായിക്കുമെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം ഹദീസുകൾ തള്ളേണ്ടി വരും. അതാണ് അബ്ദുസ്സലാം സ്വലമിക്ക് പറ്റിയത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിച്ചുകൂടാ. അല്ലാത്ത സ്വാഭാവികമായ ആപേക്ഷികമായ അർത്ഥത്തിലുള്ള പ്രയോഗമാണോ, ഒരു തകരാറും അതിനില്ല. ക്ലിയർ ആയിട്ടുണ്ടാകുന്നു മനസ്സിലാക്കുന്നു. ചോദിക്കേ. ഫൈസൽ മൗലവി ഒന്നാമതേ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളത്, അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത്. എന്നിട്ട് വീണ്ടും പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല. അതാണ് പറഞ്ഞത്. രണ്ടും രണ്ടേയില്ല. ഇപ്പോ ഞാൻ നേരത്തെ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ സംസാരത്തിൽ വന്നപ്പോഴാണ്. അപ്പോ ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലും പറയാമെന്ന് ഇപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞു. അൽഹംദുലില്ലാ, കേരള ജമിയത്തുൽ ഉലമ എടുത്ത നിലപാട് തെറ്റില്ല എന്ന് തെളിയിച്ചു. ഒരുപാട് ആളുകൾ കൂടി പോകുന്നുണ്ട്. കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട മെമ്പറാണ് ഈ നിമിഷം വരെ ഞാൻ. അതുകൊണ്ട് KJU എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടി ഉൾക്കൊള്ളുന്ന സഭ എടുത്ത തീരുമാനമാണ്. അല്ലെ KJU തീരുമാനിച്ച് തെറ്റില്ല നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്താണെങ്കിലല്ലേ, നാസസുല്ലമിയെ പോലെ ഞാൻ KJU പുറത്താണെങ്കിലല്ലേ ഈ ചോദ്യം പ്രസക്തുള്ളൂ. അയാൾ KJU പുറത്താ, ഞാൻ KJU അകത്താ. KJUവിന്റെ ഉത്തരവാദപ്പെട്ട മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് KJUവിൽ ഈ വിഷയമായി ചർച്ച വന്നപ്പോൾ ഇതിന് പ്രബന്ധം തയ്യാറാക്കാൻ KJU ഏൽപ്പിച്ച ആൾ കൂടിയാ ഞാൻ. KJU ഇതിന് പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ച എന്നെയാ. ഇത് ഞാനാണ് ആവശ്യപ്പെട്ടത് എന്നെ സഹായിക്കാൻ അനീഫ് കൂടി വേണം, ഏൽപ്പിച്ചത് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അനീഫിക്കും കൂടി വേണം സഹായിക്കാൻ. അങ്ങനെ കൊടുത്ത പ്രബന്ധം ഇതിൽ പറഞ്ഞു തന്നെയാണ് പിന്നീട് KJU ഇങ്ങോട്ട് സർക്കുലർ അയച്ചതും. പക്ഷെ ഇതിൽ ഈ പദത്തിന് ഉപയോഗിച്ചത് എന്താ? ഇതിന് ഈ പറഞ്ഞ പ്രയോഗത്തിന് ഞങ്ങൾ പ്രയോഗിച്ച പ്രയോഗം എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളുടെ ലോകവും ശ്രദ്ധിക്കണം. കുറച്ച് കഴിഞ്ഞാൽ KJUക്ക് വരാനുള്ളതാ. അപ്പൊ സംഗതി എന്തൊക്കെ മനസ്സിലാവണ്ടേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളുടെ ലോകവും അവസ്ഥകളും അദൃശ്യവും അജ്ഞാതവുമാണെന്ന് നാം നേരത്തെ മനസ്സിലാക്കി. ഞങ്ങൾ കൊടുത്ത പ്രബന്ധം ഇത്. ഞാനും കായക്കുടിയും കൊടുത്ത പ്രബന്ധമാണിത്. കായക്കുടിയുടെ വീട്ടിലും എൻ്റെ സ്ഥാപനത്തിലും ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ചു കൂടി തയ്യാറാക്കി അദ്ദേഹം ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ വായിച്ചവതരിപ്പിച്ച പ്രബന്ധമാണിത്. ഇതിന് പറഞ്ഞെന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളുടെ ലോകവും അവസ്ഥകളും അദൃശ്യവും അജ്ഞാതവുമാണ്. ഇത് തെറ്റാണ് എന്ന് KJUവിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളും അന്ന് പറഞ്ഞില്ല. ഈ പ്രബന്ധം അടിസ്ഥാനമാക്കി KJU സർക്കുലർ അയച്ചു ശാഖകളിലേക്ക്. ആ സർക്കുലറിൽ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യം എന്ന് ഞങ്ങൾ പറഞ്ഞതിനെയാണ് മനുഷ്യനെ സംബന്ധിച്ച അഭൗതികം എന്ന് സർക്കുലറിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പറയാം. അത് ഞാൻ സമ്മതിച്ചു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ അതില്ലാന്ന് ഞാൻ പറഞ്ഞെങ്കിലേ,
അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ഏത് സീഡ് പരിശോധിച്ചോളി, ചത്ത പോത്ത് എന്ന സീഡ് ഉണ്ട്. മായിമാഷോട് പറഞ്ഞത് പോത്ത് ചത്താലും പ്രശ്നമില്ല, ചത്തിട്ടില്ലെങ്കിൽ കാര്യമില്ല, ഇസ്തിഹാസൊക്കെ പറ്റൂല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എടുക്ക സീഡ് ഉണ്ട്. ആ സീഡ് എടുത്ത് നോക്കി, അവിടെ പറയുന്നുണ്ട് അഭൗതികം എന്ന് പറയാം. പുഴയിൽ വീണ അക്കരാനികളും കരകയറ്റുന്ന സലഫികളും എന്ന സീഡിയുണ്ട്, 5.5 മണിക്കൂർ മുഖാമുഖം. അതിനുണ്ട് അഭൗതികം എന്ന് പറയാം ആപേക്ഷികമായിട്ട്. പിന്നെ ഇത് സമ്മതിച്ചു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഖുറാഫി ശൈലല്ലേ? ഇടവണ്ണ ജാമി പഠിക്കുന്നവർക്ക് ആ ശൈലി ഉണ്ടാകാൻ പാടില്ലല്ലോ. എനിക്കുണ്ടായിക്കാൻ, കാരണം ഞാൻ പഠിച്ചത് ഖുറാഫികളൊപ്പാണ്. അപ്പം ഞാനാ പിന്നെയും പ്രയോഗിക്കണം, പക്ഷെ ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇടവണ്ണ ജാമിയെ പോലുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകൾ പ്രയോഗിക്കുന്ന ശൈലി അല്ല അത്. നമ്മളെല്ലാവരും പണ്ടേ പറഞ്ഞ കാര്യമാണ്. അതാ ഞാൻ അഡ്വാൻസ് ആയി പറഞ്ഞത്. അമാനി മൗലി ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ ശുഅറായിലുണ്ട്. ഇനിയിപ്പോൾ അമാനി മൗലിയുടെ ഖബറിൽ ചെന്നിട്ട് മൗലി നിങ്ങളും സമ്മതിച്ചില്ല അൽഹംദുലില്ലാഹ് എന്ന് പറയോ? അപ്പൊ അതുകൊണ്ട് ആ വക ശൈലി ശരിയല്ല. മറിച്ച് അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പറയാം. ആ അഭൗതികം എന്തല്ല? ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികമല്ല. അദൃശ്യമായത് ആ അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിച്ചാൽ ഏത് ചോദ്യവും ശിർക്കാകുന്നില്ല. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എന്ന അർത്ഥത്തിലുള്ള അഭൗതികമാണോ എങ്കിൽ അങ്ങനെ അഭൗതികമാണ് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. കാരണം ആ അഭൗതികം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. ഇനി വല്ലതും ഉണ്ടോ? ഉണ്ടോ? കഴിഞ്ഞോ? വേറെ ആൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹം വേറെ ആളുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. എൻ്റെ പേര് ഷബീറാണ്. എൻ്റെ വീട് കാരയിലാണ്. എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം, ഹയ്യും ഹാദിറും ഖാദിറും സ്വാലിഹുമായ റിജാലുൽ ഗൈബിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകുമോ എന്നാണ്. സഹോദരന്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരയിൽ നിന്ന് ഇടവണ്ണ ജാമിയിൽ പോയി പഠിച്ചിട്ടും റിജാലുൽ ഗൈബ് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. റിജാലുൽ ഗൈബ് എന്നുള്ള സാധനം ഹയ്യും അല്ല, ഹാദിറും അല്ല, ഖാദിറും അല്ല. സ്വാലിഹ് ആയിരിക്കാം, ഉണ്ടെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ സ്വാലിഹായിരിക്കാം. എന്താ ഈ റിജാലുൽ ഗൈബ്? അത് പിന്നെ പറയാൻ തന്നെ ഞങ്ങളെപ്പോലത്തെ പഴയ ഖുറാഫിയാണ്. റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ തന്നെ സാധനം വേറെ, അവിടെ തന്നെ അയ്യും ഹാദിറും പോയി. അതുകൊണ്ട് ചോദിച്ചതും ചോദിച്ചു. ഇനി ഒരു വേദിയിൽ പോയിട്ട് സഹോദരൻ ഇങ്ങനത്തെ ചോദിക്കരുത്, നമുക്കൂടി മോശം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ വക ചോദ്യങ്ങൾ ഒതായിയൊക്കെ കുഴപ്പമില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ട് ചോദിച്ചാൽ മോശം. അവർ സീഡ് ഇറക്കുമ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കണം എന്നവരോട് പറയാനുള്ളത്. കാരണം നമുക്കൊരു മോശമുണ്ട്, എന്താ ഇവർക്ക് ഈ റിജാലുൽ ഗൈബ് തിരിഞ്ഞിട്ടില്ല എന്ന് കേൾക്കണ ഖുറാഫികൾ മനസ്സിലാക്കൂലേ. അപ്പൊ റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാല് അമ്പിയ ഔലിയാക്കന്മാരെ സൂഫികളായ ആളുകൾ വ്യത്യസ്ത കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പാണ് കുത്തുബുൽ അഖ്താബ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട്. സുഹൃത്ത് ശ്രദ്ധിക്കണ്ടല്ലോ, കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട്. അഥവാ ഒരു കുത്തുബ് ലോകത്തിന്റെ മൊത്തം അച്ചുതണ്ടാണ് എന്നാണ് അവരെ വിശ്വാസം. ഒരു നൂറ്റാണ്ടിൽ ഒരു കുത്തുബേ ഉണ്ടാകൂ. അതാണ് കുത്തുബുസ്സമാൻ, കാലഘട്ടത്തിന്റെ അച്ചുതണ്ട്. അത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മമ്പുറം തങ്ങൾ. ഈ നൂറ്റാണ്ടിൽ ആര് തീരുമാനമായിട്ടില്ല. റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞു CM വലിയുള്ളയാണ്. ഇപ്പൊ അയാൾ തന്നെ കുത്തുബാകാനുള്ള ശ്രമത്തിലാണ് എന്നാ കേൾക്കുന്നത്. അല്ലാഹു അഅലം. മറ്റാരുവക്കാലം പറഞ്ഞു ഞങ്ങളുടെ ഉസ്താദ് യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരിയാണ് ഇപ്പത്തെ കുത്തുബ്. അങ്ങനെയാണ് കുത്തുബ് സമാൻ മഞ്ചേരിക്ക് വന്നു, ഇപ്പൊ ചേളാരിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഓരോ നൂറ്റാണ്ടിൽ ഓരോ കുത്തുബ്. അയാളുടെ ജീവിത മരണമല്ല പരിഗണിക്കപ്പെടുന്നത്. അവരെ കണക്ക് പ്രകാരം ജീവിതത്തിനോ മരണത്തിനോ ഒരു പ്രാധാന്യവും പ്രസക്തിയുമില്ല. ഇങ്ങനെ ലോകത്ത് ഓരോ നൂറ്റാണ്ടിൽ ഓരോ കുത്തുബ് ഉണ്ടാകും. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഖിയാമത്ത് വരെയുള്ള ഓരോ നൂറ്റാണ്ടിലെയും കുത്തുബുകൾ കൂടിയാൽ അവരുടെ കുത്തുബ് അതാണ് കുത്തുബുൽ അഖ്താബ്, അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്. അത് ലോകത്ത് ഒരാളേ ഉള്ളൂ, അത് മുഹീദ്ദീൻ ഷെയ്ഖ്. അതാ ഓരോ വിശ്വാസം കേട്ടോ. ഇനി അത് ഗ്രിപ്പാക്കിയാണ്ട് ഫൈസൽ മുസ്ലിയാർ ഇപ്പൊ റിജാലുൽ ഗൈബൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാൻ പോണ്ട. അവരെ വിശ്വാസപ്രകാരം അതാണ് കുത്തുബുൽ അഖ്താബ്, അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്. ഈ കുത്തുബിന് താഴെ പിന്നെ ഗൗസ് ഉണ്ടാവും, അതിന് താഴെ അബ്ദാൽ ഉണ്ടാകും, അതിന് താഴെ നുഖബ ഉണ്ടാവും, അതിന് താഴെ നുജബ ഉണ്ടാവും. അതാണ് മൂലയന്മാർ ദുആ ശ്രദ്ധിച്ചറിയാം. സുമ്മൈല അർവാഹി അംബിയായിക്ക ഔലിയായിക്ക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പറയുമെന്ത് മിനൽ അഖ്താബി വൽ ബുദലാഇ വൽ അഗ്യാസി വൻ നുജബാഇ വൻ നുഖബാഇ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ എന്ന് അവർ പറയും.
അതാണ് റിജാലുൽ ഗൈബ്. ഓരോ വിശ്വാസപ്രകാരം ഈ റിജാലുൽ ഗൈബ് എന്ന മർത്തബയ്ക്ക് എത്തിയ ഒരാള് ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും. മക്കത്ത് കണ്ട ഔലിയെ മുക്കത്ത് കണ്ടു എന്ന് മോലന്മാര് പറഞ്ഞു. അതുകൊണ്ടാണ് കാന്തപുരം മുസ്ലിയാർ ക്ലിപ്പ് നമ്മളെ കേട്ടിട്ടുണ്ടാവും. അബ്ദാൽ അല്ലെങ്കിൽ ബുദല എന്ന ഡിഗ്രിക്കാർ ഒരേ സമയം ഒരുപാട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും. അവർ 40 തടി വരെ സ്വീകരിക്കാൻ കഴിയുമെന്ന അവരുടെ വിശ്വാസം. അതിനും അപ്പുറത്തേക്ക് പോയാൽ എത്ര തടിയും സ്വീകരിക്കാം, കുത്തുബിനും കുത്തുബുൽ അഖ്താബിനും ഒക്കെ. അതാ മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞത്, വഖാലൂ ലി യാ ഹാദാ തറക്ത സ്വലാതക വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. എന്നെ കുറിച്ച് അവർ പറയുന്നു നിസ്കരിക്കാത്ത ആളാണ് എന്ന്. വലം യഅലമു, അവർക്കറിയില്ലല്ലോ, അന്നി ഉസല്ലി ബിമക്കത, ഞാൻ മക്കയിൽ നിസ്കരിക്കുന്നുണ്ട് എന്ന് ഇവർക്കറിയില്ലല്ലോ. മക്കയിൽ മാത്രമല്ല, വലാ ജാമിഉൻ ഇല്ലാ വലി ഫീഹി മിംബറു വലാ മിംബറുൻ ഇല്ലാ വലി ഫീഹി ഖുത്ബതി. ലോകത്തെവിടെയെല്ലാം ജുമുഅത്ത് പള്ളിയുണ്ടോ അവിടെയെല്ലാം എനിക്ക് മിമ്പറുണ്ട്, എവിടെയെല്ലാം മിമ്പറുണ്ടോ അവിടെയെല്ലാം എനിക്ക് ഖുത്ബയുമുണ്ട്. അപ്പൊ ഓരോ കണക്ക് പ്രകാരം നമ്മളെ വഹാബി പള്ളിക്കലും മൊയ്തീൻ ശൈഖ് ഖുത്ബ നടത്തലുണ്ട്. അതാണ് റിജാലുൽ ഗൈബ്. ആ റിജാലുൽ ഗൈബ് പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ ഹയ്യല്ല, ഹാലിറല്ല, ഖാദിറല്ല. ഖുറാഫികൾ വിശ്വസിക്കുന്നു ഒരു മരിച്ചാലും ഹയ്യാണ്, അവരിവിടൊക്കെ ഉണ്ടാകും.